അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. എൻ്റെ പിറന്നാളിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണിത്. സാധാരണ പിറന്നാൾ ദിവസങ്ങൾ എനിക്ക് അങ്ങനെ അത്ര സ്പെഷ്യൽ ആവാറൊന്നുമില്ല. എങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ ദിവസം ഒരല്പം സ്പെഷ്യൽ ആക്കാമെന്ന് തന്നെ വിചാരിച്ചു. വേണമെങ്കിൽ ഒരു സെൽഫ് ഡേറ്റ് വീഡിയോ എന്നൊക്കെ പറയാം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഇന്നത്തെ ദിവസം എനിക്കിഷ്ടമുള്ള എന്നാൽ ഒരു തട്ടിക്കുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴോ ബോറടിക്കുമ്പോഴോ ഒക്കെ മാഗി ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ മാഗി ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ കാണും. എനിക്ക് സമയവും മൂഡും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പണ്ട് യിപ്പിയൊക്കെ വന്ന സമയത്ത് മാഗിയെ പൂർണ്ണമായിട്ടും തഴഞ്ഞ് യിപ്പിയുടെ പുറകെയായിരുന്നു ഞാനൊക്കെ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ന്യൂസ് വരുന്നത്, മാഗിയിൽ ലെഡിൻ്റെയോ മറ്റോ അംശം കൂടുതലാണ്, അതുകൊണ്ട് ഉടനെ തന്നെ മാഗി നിരോധിക്കും എന്നൊക്കെ. ഇനി എങ്ങാനും മാഗി കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് അന്ന് തന്നെ ഞാൻ മാഗി വാങ്ങി കഴിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ മാഗി തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും മോളും കൂടെ ഒന്ന് നടക്കാനിറങ്ങി. മോൾക്ക് ഈ മാസത്തേക്കുള്ള അമൃതം പൊടി വന്നിട്ടുണ്ടെന്ന് അംഗനവാടിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് തന്നെ 2-3 ദിവസമായി. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ വാങ്ങിക്കാൻ പോകുന്ന അമൃതം പൊടി കൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലിപ്പോൾ അമൃതം പൊടി സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. ഒരു മാസത്തേക്ക് നമുക്ക് 6 പാക്കറ്റ് ന്യൂട്രിമിക്സ് ആണ് കിട്ടുന്നത്. മോൾക്ക് ഒരു മാസത്തേക്ക് ഒരു പാക്കറ്റ് പോലും ആവശ്യം വരാറില്ല. അതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തീർക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊരു കേക്കാണ് പരീക്ഷിക്കാൻ പോകുന്നത്. പിറന്നാളാണെങ്കിൽ ഒരു കേക്ക് മസ്റ്റാണല്ലോ. പൊടിച്ച പഞ്ചസാരയും 2 മുട്ടയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അമൃതം പൊടിയും ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ് ഇതെല്ലാം കൂടെ അരിച്ച് ഇതിലിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ ബർത്ത്ഡേകളൊന്നും ആഘോഷമാക്കാറില്ല. അതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കൽ പരിപാടികളൊന്നും ഉണ്ടാവാറേ ഇല്ല. എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത്. അന്ന് എനിക്ക് ബ്രദറും ഒരു കേക്ക് വാങ്ങി, പിന്നെ എൻ്റെ കുഞ്ഞുമ്മയുടെ മോനും ഒരു കേക്ക് വാങ്ങി തന്നിരുന്നു. അന്നത് എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കേക്ക് ഏകദേശം ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് നേരം കൂടെ വേവട്ടെ എന്ന് വെച്ചതുകൊണ്ട് അതിൻ്റെ സൈഡും അടിഭാഗവും ഒക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്പായി പോയിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് ഞാനൊരു 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. പണ്ട് പല പരീക്ഷണങ്ങളുടെയും കാലമായ കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അന്ന് പലതും ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ക്രീം ഉണ്ടാക്കാൻ നോക്കിയത്. പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് എനിക്ക് ക്രീം ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഞാൻ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും അത് നന്നായിട്ട് ലൂസായിരുന്നു. പിന്നീട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അത് പഴയതുപോലെ ആക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കേക്കിൽ ഒരുപാട് അലങ്കോല പണികൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു കുറച്ച് മെഹന്തി ഇടാമെന്ന്. കുറച്ച് അധിക ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് കയ്യിൽ മെഹന്തി ഇടണമെന്ന്. പക്ഷെ 2-3 മണിക്കൂറെങ്കിലും കഴിഞ്ഞാലല്ലേ അത്യാവശ്യം കളറാവുള്ളൂ. മോളുള്ളതുകൊണ്ട് അത്ര നേരമൊന്നും വെച്ചിരിക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മെഹന്തി ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അടുത്തതായിട്ട് ഞാൻ വിചാരിച്ചു ഒരു സിനിമ കാണാമെന്ന്. പലപ്പോഴും 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമയാണെങ്കിൽ ഞാനത് കണ്ടു തീർക്കുന്നത്. ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുണ്ട്, ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയമെടുത്തിട്ടാണ് ഞാനൊരു സിനിമ കണ്ടു തീർക്കുന്നത്. ഇന്ന് എന്തായാലും ഒറ്റ ഇരിപ്പിന് തന്നെ ഈ സിനിമ കാണണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, 2 പ്രാവശ്യമായിട്ടാണെങ്കിലും ഞാനത് കണ്ടു തീർത്തു.
ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്കാരും അങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആർക്കും ഗിഫ്റ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ സമയവും ക്ഷമയും എഫേർട്ടും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കാർഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതങ്ങ് വെറുതെ കൊടുത്താൽ പോരല്ലോ, ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ തോന്നണ്ടേ. അപ്പോൾ ഞാനതൊരു ബോക്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ പണ്ട് മിസ്റ്റർ ബീൻ ക്രിസ്മസിന് സ്വന്തമായിട്ട് കാർഡ് എഴുതി പോസ്റ്റ് ചെയ്ത ഓർമ്മ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രം. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കാർഡ്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. പിന്നെ ഉള്ളത് ഈ 2 ഹെയർ ക്ലിപ്പുകളാണ്. അത് ഞാനൊരു ബൊക്കെ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ ഐറ്റംസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. കാരണം നമ്മൾ തട്ടെടുക്കുന്നതുകൊണ്ട് മുടിയിൽ ഇനി എന്തൊക്കെ ചെയ്താലും ആരും ഒന്നും കാണാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതുപോലുള്ള ക്ലിപ്പൊക്കെ ഷോളിൽ കുത്തിവയ്ക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു കുഞ്ഞ് റിമൈൻഡർ പോലൊരു കാർഡ്. പിന്നീടുള്ളത് ഈ ഒരു കമ്മലാണ്. ഇത് ഉമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കമ്മൽ. ലാസ്റ്റായിട്ട് ഒരു ക്യൂട്ട് ആൻഡ് ടൈനി ഹെയർ ക്ലിപ്പും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നതാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട്. ഒന്നുമില്ല, എനിക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതുന്ന ഒരു ലെറ്ററാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബർത്ത്ഡേ വിഷുകളും പിന്നെ എനിക്ക് എന്നോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ അടുത്ത പിറന്നാളിന് ഞാൻ എങ്ങനെയായിരിക്കും, ഏത് നിലയിലായിരിക്കും, എൻ്റെ ചിന്തകൾ എന്തായിരിക്കും എന്നൊക്കെ ഞാൻ തന്നെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. അടുത്ത കൊല്ലം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് കാണിക്കാം. ഇനി അടുത്ത പരിപാടി ജേർണലിംഗ് ആണ്. എന്തൊക്കെയോ മലമറിക്കുന്ന പ്രതീക്ഷയിൽ തുടങ്ങി വെച്ചിട്ട് പിന്നീട് ആ ഏരിയയിലേക്കേ ഞാൻ തിരിഞ്ഞു പോയിട്ടില്ല. ഇതെന്തായാലും ഒരു തുടക്കമാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പേജിൽ ഞാൻ ബർത്ത്ഡേ വിഷ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാലണ്ടർ പോലെ എൻ്റെ ബർത്ത് ഡേറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം എനിക്കുള്ള കുറച്ച് ഗോൾസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കാര്യമായിട്ടുള്ള ജേർണൽ സപ്ലൈസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭംഗിയിലും വൃത്തിയിലും ഒന്നും ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതിനും കാട്ടി നല്ലതാണല്ലോ നമ്മൾ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യുന്നത്. ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിന് മുന്നത്തെ വർഷമാണ് എൻ്റെ ബ്രദർ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തരുന്നതും ഞാൻ അതിൽ വാട്സാപ്പൊക്കെ തുടങ്ങുന്നതും. അന്ന് വരെ എൻ്റെ കസിൻസും വളരെ കുറച്ച് സുഹൃത്തുക്കളും മാത്രമാണ് എനിക്ക് പിറന്നാളിന് വിഷ് ചെയ്യാറുണ്ടായിരുന്നത്. വാട്സാപ്പൊക്കെ എടുത്തതിന് ശേഷം വന്ന ബർത്ത്ഡേക്ക് ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിഷ് ചെയ്യും, എല്ലാവരും സ്റ്റേറ്റസ് ഡേ ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ എനിക്ക് അന്ന് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പണ്ട് നമ്മളൊക്കെ എത്ര സിമ്പിളായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.